ചോറെല്ലാം വെച്ചിട്ട് മിണ്ടാതെ കിടക്കുന്നുണ്ടായി റീൽസ് നോക്കിയിട്ട്. അപ്പോൾ അതിലൊരാൾ പഴംപൊരിയും പിന്നെ ചായയും കുടിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഹേമമായിരെ പഴംപൊരി ഓർമ്മ വന്നു. നമ്മൾ ഓണത്തിന് ആനവജലിൽ പോയി എന്ന് പറഞ്ഞിട്ട് അമ്മേരെ വീട്ടിലേക്ക്, എൻ്റെ ഒരു വ്ളോഗിലുണ്ട്, ഓണം വ്ളോഗിൽ. അപ്പോൾ ആടെ എനിക്ക് ഹേമമായി ഒരു പഴംപൊരി ആക്കി തന്നിന്. അത് ഞാൻ ഹേമമായോട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തോ ഒരു ടേസ്റ്റ്. അത് പഴം നല്ലോണം പൂത്തതുകൊണ്ടോ ഹേമമായിരെ കൈപ്പുണ്യം എന്തെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പഴംപൊരി ഞാൻ ഇതുവരെ തിന്നിട്ടേയില്ല. ഒന്ന് തിന്നുമ്പോഴത്തേക്ക് പിന്നെയും പിന്നെയും തിന്നണം തോന്നുന്നത്. പഴംപൊരിയൊക്കെ സാധാരണ മടുക്കൂല, എണ്ണയിലായതുകൊണ്ട്. ഇതങ്ങനത്തെ ഒരു മടുപ്പേ ഇല്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് പഴംപൊരി വേണം. അമ്മ പറഞ്ഞു ഉണ്ടാക്ക്, പക്ഷെ ഞങ്ങൾക്ക് ആക്കാൻ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കടലപ്പൊടി ഇട്ടിട്ടാക്കി, അത് ഭയങ്കര ഫ്ലോപ്പായി. അങ്ങനെ അമ്മ പറഞ്ഞു പിന്നെ മൈദയും മുട്ടയും ഇട്ടിട്ടാക്ക് നല്ല രസം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഞാൻ ബാറ്റർ സെറ്റാക്കി. ബാറ്റർ നന്നായിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നി കുഴപ്പമുണ്ടാവില്ല എന്ന്. അമ്മ എല്ലാം പറഞ്ഞതിന് ഏത് പാത്രത്തിലാക്കണം എന്ന് പറഞ്ഞു തന്നിട്ടാണ്. അങ്ങനെ അവിടുന്ന് കിട്ടിയൊരു പാത്രത്തിലാണ് ഞാൻ ആക്കിയത്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വന്നിന് പഴംപൊരി. അപ്പം എനിക്ക് സമാധാനമായി. എപ്പോഴും ചായ അല്ല കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കാൻ വിചാരിച്ചു. ബ്രൂ കുടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പരസ്യം ഓർമ്മയായിരുന്നു, ഒരു കപ്പിൽ പാല്. നല്ല രസമില്ല പരസ്യം. ഈ ചായയും കോഫിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ടുള്ള പ്രോസസ്സ് എന്തറിയോ, ലാസ്റ്റ് ഇങ്ങനെ ഇളക്കൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പിന്നെ എൻ്റെ കപ്പിൽ കൂട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ പത വരും മുകളിലേക്ക് പൊന്തിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം കാണാൻ. പിന്നെ ആ ഒരു കോഫി കാണുമ്പോൾ വിചാരിക്കും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് തിന്നേ ഇല്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. പക്ഷെ പറയാനൊരു മടി. നമ്മാക്കിയ ഫുഡ് ഇങ്ങനെ തിന്നിട്ട് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷമല്ലേ. പിന്നെ എനിക്കെന്ത് നമ്മളിങ്ങനെ യൂട്യൂബിൽ പഴയ സിനിമ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നോക്കി നോക്കി ഇപ്പോൾ സിനിമയില്ല കാണാൻ. പിന്നെ അത് ഓണപ്പരിപാടി ഗ്രൗണ്ടിൽ തുള്ളിയെല്ലാം എൻ്റെ മുഖത്തും കാണാനുണ്ട്. അപ്പോൾ ഞാൻ AI-നോട് ചോദിച്ചു എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരുമെന്ന്. അപ്പോൾ AI പറഞ്ഞു അലോവേര ആൻഡ് ടേമറിക് മിക്സ് ആക്കൂ, അപ്പോൾ ഗ്ലോയിങ് സ്കിന്ന് കിട്ടുമെന്ന്. അങ്ങനെ വീട്ടിൽ തന്നെ മഞ്ഞളുണ്ടായിനി, അത് പറിച്ചു. അജ്ജി പറഞ്ഞു കുറച്ച് പറിച്ചാൽ മതി, കുറേ പറിക്കേണ്ട പറഞ്ഞിനി. അങ്ങനെ ഞാൻ കുറച്ച് പറിച്ചു. പിന്നെ അലോവേര എടുത്തു. അലോവേരയും മഞ്ഞളും യൂസ് ആക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് എന്ന് AI പറഞ്ഞു. അത് രണ്ടും എല്ലാ സ്കിന്നും പിടിക്കൂല പോലും. അപ്പോൾ കുറച്ചെടുത്തിട്ട് പാച്ച് ടെസ്റ്റ് ആക്കിയിട്ട് പിന്നെ സ്കിന്നിലിടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമുണ്ടായിട്ട് ഇട്ടിട്ട്. അലോവേര യൂസ് ആക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പൾപ്പെടുക്കാനാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്ര നേരമാക്കിയാലും ആ ഒരു പച്ച ഭാഗം അതിലേക്ക് വരും. അത് ഇന്നെന്തോ എൻ്റെത് ശരിയായിന്. പിന്നെ മഞ്ഞൾ നല്ലോണം ചെറുതാക്കിയിട്ട് വേണം, ബെൽറ്റ് ഇട്ടെങ്കിൽ അതങ്ങനെ ഉണ്ടാവും. ഞാൻ പിന്നെ എടുത്തിട്ട് വീണ്ടും അരച്ചത്. നല്ല തിക്ക് കൺസിസ്റ്റൻസി വരണം. എൻ്റെത് അലോവേര കുറച്ച് കൂടിപ്പോയി. അങ്ങനെ ഞാനിപ്പോൾ വെട്ടിത്തിളങ്ങെന്ന് പറഞ്ഞിട്ടാണ് നന്നാകെ ഇടുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ട, അങ്ങനെ കറ പോലെ മഞ്ഞ പാച്ച് ഉണ്ടായിന്. എന്നാലും കുഴപ്പമില്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ. ബൈ.